എൻ്റെ പേര് വാണി. ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ അക്കാഡമിക് മെന്ററാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്നത്തെ നമ്മുടെ റാപ്പപ്പ് സെഷനിന് ഹോസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മെന്ററായിട്ടുള്ള രാഗി മാം ഉണ്ട്. കൂടാതെ റെക്കോർഡിംഗ് സപ്പോർട്ടിനായിട്ട് മാധവി മാമും അതേപോലെ ഹന മാമും നമ്മളുടെ കൂടെ ഇന്നത്തെ ഈ സെഷനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഫസ്റ്റ് സെഷൻ തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ് ഒരു എൻഡിൽ റാപ്പപ്പ് ഉണ്ടെന്നുള്ളത് അല്ലേ. അപ്പൊ നമ്മളുടെ സെഷൻ 13 ആണ്, റാപ്പപ്പ് ആണ്. നമ്മുടെ ഓറിയന്റേഷന്റെ ഏറ്റവും ലാസ്റ്റ് സെഷനാണ് റാപ്പപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു റാപ്പപ്പിനകത്ത് നമ്മൾ എന്താണ് ഫസ്റ്റ് ഡേയിൽ ഉണ്ടായിരുന്ന അതേ എനർജിയോട് കൂടി തന്നെ, അതേ കോൺഫിഡൻസോട് കൂടി തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു സെഷനാണ് ലാസ്റ്റ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ സെഷനിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഈ ഒരു സെഷനിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് റിഫ്ലക്ഷൻ ആണ്. ഈ കഴിഞ്ഞ സെഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ, നമ്മളൊരു കഴിഞ്ഞ സെഷൻസ് ഒന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്തെടുക്കുന്ന ഒരു സെഷനാണ്. രണ്ട്, നമ്മളൊരു റാപ്പപ്പ് വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഷെയറിംഗ് ആണ്. അത് നിങ്ങളുടെയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നു, പക്ഷേ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള കാര്യമാണ്. സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യുന്നു. പിന്നെ ഫസ്റ്റ് സെഷൻ തൊട്ടേ പറയുന്നുണ്ട്, ഒരു വിന്നർ ഉണ്ടായിരിക്കും. നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ബെസ്റ്റ് പെർഫോമറെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ബെസ്റ്റ് പെർഫോമർ ആരാണോ അവരെ അനൗൺസ് ചെയ്യുന്ന സെഷനാണ് ഇത്. പിന്നെ എക്സ്പ്ലെയിൻ, ഫൈനൽ അസസ്മെന്റ്, നമ്മൾക്ക് ഈ ഒരു ഫുള്ള് നമ്മളുടെ ഈ ഒരു ഓറിയന്റേഷനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഫൈനൽ അസസ്മെന്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊരു ഗൂഗിൾ ഫോം ആണ്, ലാസ്റ്റ് ഗൂഗിൾ ഫോം ആണ്, അതും നമ്മൾ ഈ ഒരു സെഷനകത്ത് ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും എല്ലാം കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു ഫീഡ്ബാക്കിന്റെ ഫോമും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എഗെയിൻ നമ്മളൊന്ന് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, OP10ന്റെ ജേർണി എന്ന് എഗെയിൻ നമ്മൾ റീകളക്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഇനാഗുറേഷൻ ആയിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഏതൊരു കാര്യത്തിനായാലും ഒരു ഇനാഗുറേഷൻ, ഒരു തുടക്കം നമുക്ക് വേണം. അപ്പം OP10ന്റെ ഇനാഗുറേഷൻ സെഷൻസ് ഫസ്റ്റ് നമ്മൾ വെച്ചിരുന്നത്. സെക്കൻഡ് സെഷൻ എന്ന് പറയുന്നത് ഐസ് ബ്രേക്കിംഗ് ആയിരുന്നു. ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതൊരു കുട്ടികളോട് ചോദിച്ചാലും ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ ഏതാന്ന് ചോദിച്ചാൽ ഉടനെ പറയും ഐസ് ബ്രേക്കിംഗ് ആണെന്ന് അല്ലേ. ഐസ് ബ്രേക്കിങ്ങിനകത്ത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തു. വളരെ സന്തോഷത്തോടെ എല്ലാവരെയും മീറ്റ് ചെയ്തിട്ട് നമ്മൾ എൻജോയബിൾ ആയിട്ട് ചെയ്തൊരു സെഷൻ ആയിരുന്നു നമ്മളുടെ സെഷൻ 2 എന്ന് പറയുന്നത്. സെഷൻ 3 എന്ന് പറയുന്നത് ഇഗ്നോ ഡീപ് ഡൈവ്, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്താണ്, അതിലെങ്ങനെയാണ് അഡ്മിഷൻസ് എടുക്കുന്നത്, അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, വൺസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡന്റ് പോർട്ടൽ എന്താണ്, എക്സാം എന്താണ്, അസൈൻമെന്റ് എന്താണ്, അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, ഓരോ ബാച്ച് വൈസും ഇയർലി അതേപോലെ സെമസ്റ്റർ വൈസും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്ത സെഷൻ ആയിരുന്നു സെഷൻ 3 എന്ന് പറയുന്നത്. സെഷൻ 4 എന്ന് പറയുന്നത് സിലബസ് ഡീകോഡിംഗ് ആയിരുന്നു. അപ്പൊ സിലബസിൽ നമ്മളിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന MCOM പ്രോഗ്രാം, MCOMിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്, അപ്പൊ അത് ഡീപ്പായിട്ട് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് പോയ ഒരു സെഷൻ ആയിരുന്നു സെഷൻ 4 എന്ന് പറയുന്നത്. സെഷൻ 5 ലേൺ വൈസ് എക്കോസിസ്റ്റം. ലേൺ വൈസ് എന്താണ്, ലേൺ വൈസിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, കണ്ടന്റ് എങ്ങനെ എടുക്കണം, അസൈൻമെന്റ്സ് എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട്, ആപ്ലിക്കേഷനകത്ത് ഫീച്ചറിങ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞൊരു സെഷൻ ആയിരുന്നു സെഷൻ 5 എന്ന് പറയുന്നത്. അടുത്തത് സെഷൻ 6 ആണ്, സ്മാർട്ട് ഗോൾസ് ആൻഡ് ഹാബിറ്റ് ക്ലിനിക് ആണ്. അപ്പൊ അതിൽ എങ്ങനെ നമുക്ക് സ്മാർട്ട് ഗോൾസ്, നമ്മുടെ ആ ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ സാധിക്കും, ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സെഷൻ 6 എന്ന് പറയുന്നത്. സെഷൻ 7 എന്ന് പറയുന്നത് അലൂമിൻ ഇൻസ്പിറേഷൻ ആയിരുന്നു. നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സീനിയർ സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്ത് അവരുടെ ആ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്ന ഒരു സെഷനാണ് സെഷൻ 7 എന്ന് പറയുന്നത്. സെഷൻ 8 എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ആണ്. ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജ് എന്താണെന്നും അത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതിൽ നമുക്ക് എന്തെല്ലാം സ്കിൽസ് യൂസ് ചെയ്ത് ഏതൊക്കെ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ് സെഷൻ 8 എന്ന് പറയുന്നത്. സെഷൻ 9 എന്ന് പറയുന്നത് കരിയർ പാത്ത് വേ ആണ്. മീൻസ് നമ്മളുടെ ആഫ്റ്റർ നമ്മുടെ MCOMന് ശേഷം നമ്മൾ എങ്ങനെ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെല്ലാം ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അടുത്തത് സെഷൻ 10 ആണ്, മീറ്റ് ദ ലേൺ വൈസ് ടീം. ലേൺ വൈസ് ടീമിനെ നമ്മൾ മീറ്റ് ചെയ്തിരുന്നു. കൂടാതെ ബിഹൈൻഡ് ദ ലേൺ വൈസ് ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, എന്തെല്ലാം ഡിപ്പാർട്ട്മെന്റൽ ഏരിയ ഉണ്ട് നമുക്കെന്നുള്ളത് നമ്മൾ സെഷൻ 10ൽ ഡിസ്കസ് ചെയ്തു. സെഷൻ 11 മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ് ആണ്. മെന്റൽ ഹെൽത്തും മൈൻഡ് മീൻസ് നമുക്ക് പല സാഹചര്യത്തിൽ കടന്നു പോകുന്ന മനുഷ്യരാണ് നമ്മളെല്ലാം. അപ്പൊ ഓരോ സിറ്റുവേഷൻസിലും പല പല കാര്യങ്ങളും നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ള എൻ്റെ സിറ്റുവേഷൻസ് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സെഷൻ 11.
അടുത്തത് സെഷൻ 2 ആണ്, ഫാമിലി മീറ്റ് ആണ്. ഫാമിലി മീറ്റ് എന്ന് പറയുന്നത് ലേൺ വൈസിൽ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് ബാക്ക് എൻഡ് സപ്പോർട്ട് ആരാണ്? ചിലർക്ക് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും, ചിലർക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം. തന്നെ നമ്മൾ കണ്ടു, ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അതേപോലെ വൈഫ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പേരൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആന്റി, അങ്ങനെ പല ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിങ് പില്ലർ ആരാണെന്ന് അവരെ നമ്മൾ മീറ്റ് ചെയ്ത് ബാക്കിയുള്ള സ്റ്റുഡൻസിനോട് അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സെഷൻ ആയിരുന്നു സെഷൻ 12 എന്ന് പറയുന്നത്. സെഷൻ 13 എന്ന് പറയുന്നത് ഫൈനൽ സെലിബ്രേഷൻ ആണ്. ഫൈനൽ സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു റാപ്പപ്പ് സെഷൻ ആണ്, നമ്മളുടെ ഫൈനൽ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞാലുള്ളത് നമ്മുടെ ലേൺ വൈസിന്റെ എന്താണ്, ഈ ഒരു റാപ്പപ്പ് സെഷനകത്ത് നമ്മൾ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റാപ്പപ്പ് വീഡിയോ ആണ് ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഈ റാപ്പപ്പ് വീഡിയോ എന്ന് പറയുന്നത് എൻറ്റയർ നമ്മൾ ഈ കഴിഞ്ഞ സെഷൻസ് എല്ലാം നമുക്ക് റീകളക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതിന്റെ കൂടെ. അപ്പൊ ഇത് നമ്മൾക്ക് എന്തുകൊണ്ടും എന്ന് വെച്ചാൽ നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു എന്താണ് മൊമെന്റ് ആണ് നമ്മളുടെ ഈ ഒരു വീഡിയോ ഷെയറിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾക്ക് മിസ്സായി പോയി, ഇപ്പൊ ഫസ്റ്റ് തൊട്ടേ സെഷൻസ് മിസ്സായവരൊക്കെ ഉണ്ടായിരിക്കാം മേ ബി, അല്ലെങ്കിൽ 1-2 സെഷൻസ് ഒക്കെ മിസ്സായ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം ഇവിടെ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊന്ന് അവർക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ കടന്നുപോയ ആ ഓരോ മൊമെന്റ്സും റീകളക്ട് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു എന്താണ് വീഡിയോ നമ്മളെ സഹായിക്കും. അപ്പൊ നമുക്ക് റാപ്പപ്പ് വീഡിയോ ഒന്ന് കാണാം.
ഓക്കെ. നെക്സ്റ്റ് നമ്മള് മൂവ് ചെയ്യുന്നത് നമ്മളുടെ വിന്നേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനും, അതേപോലെ തന്നെ ഇനിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ രാഖി മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു മാം. ഇപ്പൊ വാണി മാമിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നിങ്ങൾക്ക് കിട്ടി. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ജേണി എന്താന്നുള്ളത് വാണി മാം ഒന്ന് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും റിവൈൻഡ് ചെയ്യിപ്പിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചു. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് കുറച്ച് ടാസ്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ആ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ നിന്ന് റെഗുലർ ആയിട്ട് ചെയ്തിട്ടുള്ള ആത്മാർത്ഥതയോട് ചെയ്തിട്ടുള്ള കുറച്ച് പേരെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാനും പിന്നീട് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രകൾ ഒന്നും കൂടെ സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടാസ്കുകളും കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ട്. ടാസ്ക് ആയിട്ട് കാണണ്ട, നിങ്ങൾക്കുള്ളൊരു നിങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന അല്ലെങ്കിൽ നമ്മളെ ഒന്ന് മോഡിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു തരുന്ന ചെറിയൊരു ഒരു ഉപഹാരം എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി ഇനി വരുന്നൊരു നമ്മൾ അസൈൻ ചെയ്തു തരുന്ന കുറച്ച് ഡ്യൂട്ടീസിന്. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ആ വിന്നേഴ്സിനൊക്കെ അനൗൺസ് ചെയ്യുന്ന പാർട്ടിലോട്ട് ഞാൻ പോവാണേ. അപ്പൊ യു ജോയിൻ വിത്ത് ക്വൈറ്റ് അൺസർട്ടനിറ്റി ആൻഡ് നൗ യു ലീവ് വിത്ത് ക്വൈറ്റ് കോൺഫിഡൻസ്. അതായത് നിങ്ങൾ എന്താ പറയാ, ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് യാതൊരു വിധ ഐഡിയ ഇല്ലാണ്ട് ജോയിൻ ചെയ്തവരാണ്. അപ്പൊ നമ്മളുടെ ഈ ഓറിയന്റേഷൻ വഴി നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി തരികയാണ്. ഇനിയുള്ള യാത്രകളുടെ ഡയറക്ഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് കറക്റ്റ് ആയിട്ട് എത്താനായിട്ട് ഏത് പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടായിരുന്നു പ്രധാനമായിട്ടും നമ്മൾ ഈ ഓറിയന്റേഷൻ സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അതിന്റെ ലക്ഷ്യത്തിലോട്ട് തന്നെ എത്തുമെന്ന് തന്നെയാണ് നമ്മളുടെ കോൺഫിഡൻസും. ഇപ്പൊ നിങ്ങൾ അതിന്റെ ഒരു ആദ്യ പടി അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താനായിട്ടുള്ള ചവിട്ടുപടിയിലെ ആദ്യ പടി നിങ്ങൾ നടന്നു കഴിഞ്ഞു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെയുള്ള ചവിട്ടുപടികൾ നിങ്ങളുടെ 2 വർഷം കൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് 2ാം വർഷം ഇതേ സമയം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ MCOM കംപ്ലീറ്റ് ചെയ്തു, ഞങ്ങൾ ഇത്രയും മാർക്കോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഹൈ പെർസെന്റേജ് ഓഫ് മാർക്ക് അല്ലെങ്കിൽ ഞാൻ പാസ്സായി മാം എന്നുള്ള അല്ലെങ്കിൽ നമ്മളെ വിളിച്ചറിയിക്കുന്നത് കേൾക്കാനായിട്ട് നമ്മൾ അത്രയും ഹാപ്പിനെസ്സോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഓറിയന്റേഷൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡായിട്ട് നിങ്ങൾ എടുക്കുക. ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ മുമ്പോട്ടേക്ക് പോകാനായിട്ട് നിങ്ങൾ വില്ലിങ് ആവുക. നമ്മളിപ്പോ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ എന്താ പറയാ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ ഓറിയന്റേഷന്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നമ്മളൊരു വീഡിയോ നിങ്ങൾ കണ്ടു. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഓറിയന്റേഷൻ ജേണിയിലോട്ട് ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് പോയി എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള യാത്രകൾ നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോവുക. ഇതിവിടെ കേട്ടു ഇവിടെ നിർത്താതെ ഇതിൽ നിന്ന് കിട്ടുന്ന നല്ല അല്ലെങ്കിൽ നല്ല മെസ്സേജ് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ പറ്റുക, ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തിലോട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ട്, ഏതുതരം മോട്ടിവേഷനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, ആ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള യാത്രകൾ അല്ലെങ്കിൽ ഇനിയുള്ള നിങ്ങളുടെ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള യാത്രകൾ നല്ല രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ ഇനി നിങ്ങളുടെ ഭാഗത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഓറിയന്റേഷൻ കഴിഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്, ഈ ഓറിയന്റേഷൻ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ നിങ്ങളെ സഹായിച്ചു. അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് അത്രയും വാല്യൂ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സെഷൻ വൈസ് തരണമെങ്കിൽ ഫീഡ്ബാക്ക് തരാം. ഇന്ന സെഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈ സെഷനാണ് കൂടുതൽ എനിക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഈ ഒരു സെഷൻ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളൊരു സ്പേസ് തരുന്നത്. അപ്പോൾ ഇപ്പൊ നിങ്ങളുടെ ലാസ്റ്റത്തെ സെഷനിലോട്ട് നിങ്ങൾ എത്തി നിൽക്കുകയാണ്. എന്നിരുന്നാൽ കൂടിയും എന്ത് ചെയ്യുക, നിങ്ങൾ പരമാവധി വീണ്ടും റീകളക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യണം. ഫാത്തിമ മെഹർബാൻ. മാം, ഞാൻ എല്ലാ സെഷനൊന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ ഒരു 4 സെഷൻസ് കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ ഫാമിലി മീറ്റ് ഇന്നലത്തെ അല്ല, ഐ മീൻ ലാസ്റ്റ് 12th സെഷനാണ് അറ്റൻഡ് ചെയ്തത്. എനിക്ക് അപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടും കുറച്ചും കൂടി ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടും തോന്നിയത് ലാസ്റ്റ് സെഷൻ തന്നെയായിരുന്നു. കാരണം കുറേ ഫാമിലീസ് അതുപോലെ കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നവർ, അതുപോലെ തന്നെ വേറൊരു സെഷൻ ഞാൻ ഇടയിൽ കംപ്ലീറ്റ് ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഇടയിൽ ലേൺ വൈസിന്റെ കുറച്ച് അലൂമിനി സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് കുറെ പേര് സംസാരിച്ചപ്പോൾ അവര് എന്തോരം സ്ട്രഗിൾസിൽ കൂടെ വന്നിട്ടാണ് ആ ഒരു കോഴ്സ്
കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളത് എനിക്ക് വളരെ ഒരു എന്താ പറയാ നമുക്കൊരു മോട്ടിവേഷൻ പോലെ തോന്നി. കാരണം ഞാനിപ്പം 2016 എന്റെ +2 കഴിഞ്ഞിട്ട് ഞാൻ ബി-ഫാമിന് ജോയിൻ ചെയ്തൊരു ആളാണ്. പക്ഷെ എനിക്ക് എന്റെ കുറച്ച് ഇഷ്യൂസ് കാരണം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് കഴിഞ്ഞ് വളരെ നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം എന്റെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടായിട്ട് ബാക്കിൽ നിന്നുകൊണ്ടാണ് എനിക്ക് ഡിസ്റ്റന്റ് ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബികോം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം മോണ്ടിസോറി ട്രെയിനിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞു. ജസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഇക്ക എൻ്റെ അടുത്ത് പിന്നെയും പറഞ്ഞു, വെറുതെ ഇരിക്കണ്ട, നീ ഇതും കൂടെ ചെയ്യ്. ബികോം കംപ്ലീറ്റ് ചെയ്തതല്ലേ, അപ്പൊ എംകോമും കൂടെ ചെയ്യെന്ന് പറഞ്ഞിട്ട് ആളൊരു സ്ട്രോങ് പില്ലറായിട്ട് എൻ്റെ ബാക്കിൽ നിന്ന കാരണമാണ് ഞാൻ പിന്നെയും ഇഗ്നോയില് എംകോം ചെയ്യാന്നുള്ളത് തീരുമാനിച്ചത്. അപ്പം എന്റെ സ്ട്രഗിൾസ് ഒന്നുമല്ല. അതിനേക്കാളും കൂടുതൽ എനിക്ക് 2 കുഞ്ഞു മക്കളാണ്. ഒരാൾക്ക് 6 വയസ്സാവണേ ഉള്ളൂ, ഒരാൾക്ക് 2.5 വയസ്സ്. അപ്പം എന്നെക്കാളും കൂടുതൽ സ്ട്രഗിൾ എടുക്കണവരും എനിക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് കൂടിയുണ്ട്. പലരും വേറെ പല ഇഷ്യൂസിൽ നിന്നിട്ടും അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്നെക്കൊണ്ട് എന്തുകൊണ്ടും പറ്റും എന്നുള്ളൊരു വലിയൊരു മോട്ടിവേഷൻ എനിക്ക് ആ ഒരു ഇത് കഴിഞ്ഞപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇനി അങ്ങോട്ട് തുടർന്ന് നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. 2 വർഷം കൊണ്ട് തന്നെ എംകോം കംപ്ലീറ്റ് ചെയ്യാൻ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. ഷബ്ന വന്നിട്ടുണ്ട്. അതെ. ഞാനിപ്പോ ഫസ്റ്റ് ഇയർ എംകോം വയസ്സില് ഞാനിപ്പോ ആഡ് കണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ആഡ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ വന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഡിഗ്രി എന്റെ 2020 തന്നെയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ആ ടൈമിൽ എനിക്ക് തുടർന്ന് പഠിക്കാൻ ഉള്ളൊരു ഇത് എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയും കാര്യങ്ങളൊക്കെ കാരണം എനിക്കത് ഇതാക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഞാന് ഈ ഓൺലൈനുള്ള നമ്മൾ ഓഫ്ലൈനിലായിട്ടാണല്ലോ ഇതുവരെയൊക്കെ പോയി പഠിച്ചത്. അപ്പൊ എനിക്ക് ഓൺലൈൻ എനിക്ക് ആയിട്ടുള്ള ആ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പൊ ഞാൻ കുറെ തവണ തസ്ലീമ മാമിനൊക്കെ ആയിട്ട് കുറെ തവണ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഡേൺവൈസിന്റെ ഈ ഇൻസ്റ്റയിലെ ആഡുകളൊക്കെ കണ്ട് കുറെ തവണ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ആളായിട്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ഇയറിൽ തന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തതായിരുന്നു. ഇങ്ങനെ ഓരോ ഡൗട്ടുകൾ ചോദിച്ചിട്ടും എനിക്ക് അങ്ങനെ പറ്റുമോ, ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ഓഫ്ലൈനായിട്ട് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ്. അപ്പൊ എനിക്ക് കുറെ ഡൗട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ എക്സാം സെന്റർ കണ്ടുപിടിക്കണത് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് ക്ലിയർ ചെയ്ത് തന്ന് അതിൻ്റെതായ എല്ലാ പ്രൊസീജിയേഴ്സ് ആയാലും ഞാൻ ഇങ്ങനെ എല്ലാ ടൈമിലും ഇങ്ങനെ ഇങ്ങനെ തസ്ലീമ മാമിന് ഇങ്ങനെ കുറെ തവണ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് അതൊക്കെ സെറ്റ് ആയി കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ഈ ഒരു സെക്ഷൻ വന്നപ്പോ ഞാൻ ഫസ്റ്റ് മുതൽ ഇപ്പൊ ഈ 13 ഈ ഒരു സെക്ഷൻ വരെ എല്ലാം ഞാൻ കണ്ടിന്യൂ ആയിട്ട് എല്ലാം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇതെന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയാം. അപ്പൊ അത് എന്നെ കൊണ്ട് പറ്റുമോ, അതോ ഞാൻ ഇനിയിപ്പോ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും ഓഫ്ലൈനായി, കാരണം നമുക്ക് അങ്ങനെ ഒരു ഇതും ഇല്ല. പക്ഷെ അതിൽ നിന്നൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും എല്ലാം നല്ല ക്ലിയർ ചെയ്ത് തന്ന് ഇപ്പൊ ഫസ്റ്റ് സെക്ഷൻ ആയാലും ഈ ഐസ് ബ്രേക്കിംഗ് ആ സംഭവമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അലുമിനി മീറ്റിന്റെ ഇപ്പൊ എംകോമിന്ന് കഴിഞ്ഞ രണ്ട് ആൾക്കാര് അവരുടെ കണ്ടു. അപ്പൊ അതായാലും എനിക്ക് ഇങ്ങനെ അസൈൻമെന്റിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ അതിലിങ്ങനെ അവരൊക്കെ ഇങ്ങനെ രാഗി മാമിന്റെ പേര് പറഞ്ഞു. അപ്പൊ അവരൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ ആ സ്നേഹ എന്ന് പറഞ്ഞ ആളുടെയാണ് എനിക്ക് ഭയങ്കര ഇതായത്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യൂലേ അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ ആക്ച്വലി MBA എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. MBA എടുക്കണോ അതോ എംകോം വേണോ അങ്ങനെയുള്ള ഇതിൽ നല്ലോണം, അതായത് ഈ ഒരു 4 വർഷം ഈ ഒരു 4 വർഷം ഞാനിങ്ങനെ കടന്ന് ഇതാവായിരുന്നു. MBA എടുക്കണോ എംകോം എടുക്കണോ. അതിന്റെ ഇടയിൽ ഞാൻ ടാലിയും SAPയും അങ്ങനത്തേനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഈ GST പാർട്ടീഷണറിന്റെ ഇതില് അങ്ങനെ വർക്ക് അങ്ങനെ പോവാന്ന് വെച്ചിരുന്നപ്പോഴാണ് പിന്നെ ക്യാരിങ് ആയത്. അപ്പൊ പിന്നെ അത് ആ ഒരു ഇത് അങ്ങനെ പോയി. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ ബേബിക്ക് ഇപ്പോ 2 ഇയർ ആയിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ആളൊന്ന് ഫ്രീ ഇങ്ങനെ ഇതായി വരുന്നുള്ളൂ. അപ്പൊ നീ ഇനി വെറുതെ ഇരിക്കണ്ട, ഇനിയിപ്പോ എന്തായാലും എംകോം തന്നെ ചൂസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എംകോമിലേക്ക് അങ്ങനെ വന്നു. ഇതുവരെയുള്ള ക്ലാസ്സിന്റെ സെക്ഷൻസ് എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ എല്ലാം കൊണ്ട് നമുക്ക് കുറെ അറിവുകൾ അറിയാൻ പറ്റി. ഇപ്പൊ ലേൺവൈസ് എന്താന്നുള്ളതും പിന്നെ റമി സാറ് എല്ലാവർക്കും എല്ലാ സെക്ഷൻസും ഞാൻ കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ നോട്ടാക്കി ഇങ്ങനെ എഴുതിയെടുത്തു. പിന്നെ അപ്പൊ മാം ഇങ്ങനെ അയക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള റിവ്യൂ പോലെ ഇങ്ങനെ ഓരോന്ന് അയക്കില്ല, അതൊക്കെ അപ്പൊ തന്നെ ഫില്ല് ചെയ്ത് എനിക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അപ്പൊ തന്നെ വേഗം ആക്കണം. അല്ലെങ്കിൽ എനിക്കൊരു എന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് പിന്നെ അത് അപ്പൊ തന്നെ രാഗി മാമിന് അറിയാം. ഞാനത് എത്ര ലേറ്റ് ആയാലും ഞാൻ അത് അയച്ചൊക്കെ കൊടുക്കാറുണ്ട്.
അങ്ങനെ എനിക്കെല്ലാം കൊണ്ടും എന്റെ ഭാഗത്തുനിന്ന് ഇത് ഈ ഒരു പ്രോഗ്രാം എനിക്ക് പോസിറ്റീവാണ്. എനിക്കെല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എനിക്ക് എന്റെ മനസ്സിൽ എനിക്ക് എന്തായാലും എനിക്ക് പറ്റും എന്നൊരു കോൺഫിഡന്റ് കിട്ടിയ ഒരു പ്രോഗ്രാം തന്നെയാണ്. താങ്ക് യു മാം. താങ്ക് യു ഷബ്ന, നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടി. നമുക്കും അതൊരു ഇൻസ്പിറേഷൻ ആണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്രകൾക്കും. പറഞ്ഞോളൂ ഐശ്വര്യ. എനിക്ക് ഈ ഈ ക്ലാസ് എനിക്ക് ഈ 13 ക്ലാസ് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ക്ലാസ് വഴി എനിക്ക് കൂടുതലും അറിയാൻ പറ്റി. പിന്നെ അസൈൻമെന്റ് എങ്ങനെ എഴുതണം, അതുപോലെ തന്നെ എക്സാമിന് എങ്ങനെ മാർക്ക് വാങ്ങിക്കണം, എത്ര മാർക്ക് വാങ്ങിക്കണം എന്നൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി ഈ ക്ലാസ് വഴി. അപ്പൊ അലുമിനി അതും ഇഷ്ടപ്പെട്ടു. പിന്നെ ഫാമിലി മീറ്റും ഇഷ്ടപ്പെട്ടു. ഓക്കെ ഐശ്വര്യ, താങ്ക് യു. പ്രൈസ് സംസാരിച്ചോളൂ. ഞാനാണെങ്കിൽ ആദ്യത്തെ 1-2 സെഷൻസ് എനിക്ക് മിസ്സായിരുന്നു. പിന്നെ തൊട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷമുള്ള സെഷൻസിൽ മൊത്തം ഞാൻ കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു മെജോറിറ്റി ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ അതിന്ന് എനിക്ക് ഫീൽ ചെയ്ത് എന്താന്ന് വെച്ചാല് ജസ്റ്റ് ഒരു അറ്റൻഡ് നിങ്ങൾ ലേണേഴ്സിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലേണർക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ളത് അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ളത് മാത്രം പഠിപ്പിച്ചു വിടുക, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു നല്ല കാര്യമായിട്ട് തോന്നിയത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെഷൻ എന്ന് പറയുന്നത് അലൂമിനി മീറ്റപ്പ് ആയിരുന്നു. കാരണം നേരത്തെ പഠിച്ച കുറെ ആൾക്കാരുടെ എക്സ്പീരിയൻസുകളൊക്കെ കേൾക്കാൻ സാധിച്ചു. അപ്പൊ അതുവഴി ആദ്യം ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി സംശയങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെ ഇത് മുന്നോട്ട് പോകാൻ പറ്റുമോ, എങ്ങനെയാ ഇതിലൂടെ കംപ്ലീറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ. അപ്പം അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടപ്പം ആൾക്കാർ കംപ്ലീറ്റ് ചെയ്തവരുണ്ട്, അവർക്ക് പറ്റുമെങ്കിൽ ഓക്കെ എനിക്കും പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നി. ഇതായിരുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത എക്സ്പീരിയൻസ്. താങ്ക് യു പ്രൈസി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇതുവരെ 13 സെഷനിൽ ഫസ്റ്റ് ആയിട്ട് അപ്പം അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നത്. കുറെ അവസരം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ബാക്കോട്ട് വലിയ നിൽക്കലായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് എനിക്ക് ഈ സെഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വെച്ചാൽ ഐസ് ബ്രേക്കിംഗ് സെഷനും അതുപോലെ തന്നെ അലൂമിനിയം സെഷൻ ആൻഡ് പിന്നെ ഒരു സിലബസ് ഡീകോഡിങ് ഉണ്ടല്ലോ, ആ ഒരു സെഷനും കൂടെ ആയിരുന്നു. കാരണം വെച്ചാൽ സിലബസ് പൊതുവെ ആരും പറഞ്ഞ് കാണില്ല. കാരണം എന്താ വെച്ചാൽ എംകോം കയറുമ്പോൾ തന്നെ ലൈക്ക് എല്ലാവർക്കും ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. ഈ ഒരു സബ്ജക്റ്റിൽ എന്താ പഠിക്കാനുണ്ടാവുക, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു പ്രിഫേസ് എന്താന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ബട്ട് ആ ഒരു സെഷനിൽ എല്ലാം പക്ക ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ആയിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെന്താ വെച്ചാൽ എനിക്ക് LAC മെയിനായിട്ട് പറയാനുള്ള വെച്ചാൽ എൻ്റെ LAC ഫാത്തിമ സുഹറമാമനാണ്. A to Z ആയിട്ട് എല്ലാ കാര്യത്തിലും എൻ്റെ ഫുള്ളായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ആ കൺഫർമേഷൻ മെയിൽ വരുന്നവരെ ഞാൻ കുറെ വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു മാമിനെ. അപ്പം അതുവരെ ഫുള്ളായിട്ട് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒക്കെ ഓക്കെയാണ് പറഞ്ഞിട്ട് മെയിൽ വരുന്നവരെ ഒക്കെ എൻ്റെ കൂടെ തന്നെ, ഇപ്പോഴും എൻ്റെ കൂടെ ഇന്ന് വരെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലേൺ വായ്സിനെ ആഡ് കാണുന്ന വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പം ഞാനിപ്പം ഡിഗ്രി BCom ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ. പിന്നെ അതുപോലെ തന്നെ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ CA എൻറോൾ ചെയ്തിട്ടുണ്ട്, CA അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ കൂടെ തന്നെ MCOM ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഫസ്റ്റ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ പോയി ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നില്ല, നിർത്തി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നോക്കി. ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അവൈലബിൾ ആണ്. ലൈക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 10 കൂടുതൽ പ്ലാറ്റ്ഫോംസ് ഇവിടെ അവൈലബിൾ ആണ്. ബട്ട് അതിൽ തന്നെ ഞാൻ പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് വന്നത് ലേൺ വൈസ് ആയിരുന്നു. അത് പിന്നെ ലേൺ വൈസിനടുത്ത് മെസ്സേജ് അയച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കാര്യങ്ങളൊക്കെ ആക്കി. പിന്നെ ലേൺ വൈസിനടുത്ത് കുറച്ചുകൂടി ഒന്ന് കൺഫ്യൂസ്ഡ് ആയപ്പോൾ പിന്നെ അവിടെ അഡ്മിഷൻ എടുത്ത്. ലൈക്ക് എന്നാൽ പോലും ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഞങ്ങളെ പഠിപ്പായി എന്നുള്ള രീതിയിലായിരുന്നു. ബട്ട് എന്നാൽ പോലും ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം വന്നപ്പം പോലും ഞാൻ ഏകദേശം അതുവരെ ലൈക്ക് 1-2 ഹവർ സെഷൻ കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി തീർന്നു വിചാരിച്ചു. പിന്നാണ് ഇങ്ങനെ സീരീസ് പോലെ 13 എപ്പിസോഡ് വന്നപ്പോഴാണ് ലൈക്ക് ശരിക്കും ഷോക്കായി പോയത്. ഇതുവരെ ലൈക്ക് എന്റെ അറിവിൽ ഇതുവരെ ഒരു പ്ലാറ്റ്ഫോമും ചെയ്യാത്തൊരു കാര്യമാണ് ലേൺ വായ്സ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ്. താങ്ക് യു സോ മച്ച് അബ്ദുള്ള. താങ്ക് യു. ഹസ്ന പറയോ. അപ്പൊ 2017 ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ആ ടൈമിൽ തന്നെ ആയിരുന്നു എന്റെ കല്യാണവും. അപ്പോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു PG എടുക്കണം എന്ന്. പക്ഷെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പറഞ്ഞാല് അവരെന്താവും കരുതാ എന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ പ്രഗ്നന്റ് ആയി. ഫസ്റ്റ് മോന്റെ അതിന്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് ഈ കാര്യം ഇങ്ങനെ പ്രസന്റ് ചെയ്തപ്പോ നോ എന്നുള്ള മറുപടിയാണ് അവിടുന്ന് കിട്ടിയത്.
അങ്ങനെ ഞാൻ പിന്നെ നിർത്തിയില്ല. പിന്നെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ രണ്ടാമത്തെ ആളെ പ്രഗ്നന്റ് ആയി. അത് കഴിഞ്ഞു. അങ്ങനെ 2-3 വർഷം മുന്നേ തന്നെ ഞാൻ ലേൺ വൈസിനായിട്ട് കണക്ട് ചെയ്യുമായിരുന്നു. എങ്ങനെയാണ് വിഗ്നോൾ എങ്ങനെയാണ്, ഫീസ് എങ്ങനെയാണ്, എല്ലാതും കണക്ട് ചെയ്ത് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് ആണ് ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ അന്വേഷിച്ചു ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഓക്കെ, അവര് ഓക്കെ എന്ന് കേട്ട ഉടനെ തന്നെ ഞാൻ അഡ്മിഷൻ എടുത്തു. ബാക്കിയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പത്തെ ഞാൻ വേഗം അഡ്മിഷൻ എടുത്തു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഈ കഴിഞ്ഞ ഓറിയന്റേഷൻ സെഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ചിലതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം മക്കൾക്ക് അസുഖമായിട്ട് രാജീവ് മാമിനെ അറിയായിരിക്കും. അധിക ടൈമിൽ ആ ടൈമിൽ ഹോസ്പിറ്റലായിരിക്കും. പിന്നെ ചില സെഷന് ഞാൻ മോൻക്ക് എക്സാം ആയിരുന്നു. അപ്പോൾ ഞാൻ ഇയർപോഡ് വെച്ചിട്ട് അവനെ പഠിപ്പിക്കലും സെഷൻ അറ്റൻഡ് ചെയ്യലും കൂടിയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ അതില് എനിക്ക് കുറച്ചുകൂടി തോന്നിയത് ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഫാമിലി മീറ്റപ്പിൻ്റെതും പിന്നെ നമ്മുടെ രണ്ടാമത്തെ സെഷൻ ഉണ്ടായിരുന്നില്ല, ഐസ് ബ്രേക്കിംഗ് സെഷൻ, അതും പിന്നെ അലൂമിനിയം മീറ്റിൻ്റെതും ആണ് എനിക്ക് ഒന്നുകൂടെ ഇഷ്ടമായിട്ട് തോന്നിയത്. ഓക്കെ, അപ്പൊ നമ്മള് ലൈവായിട്ട് കുറച്ച് ഫീഡ്ബാക്സും കാര്യങ്ങളും നമ്മൾ കേട്ടു. ഇനി നമ്മളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് ഫോം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ആ ഫീഡ്ബാക്ക് ഫോം അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ LSC അല്ലെങ്കിൽ മെൻഡർ ത്രൂ നിങ്ങൾക്ക് എന്ത് വരും, മെൻഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഫോർമാറ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഫീഡ്ബാക്ക് ഫോം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങളുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അതേപോലെ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത കുറച്ച് പേരുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ ഫോമിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്ത് തരിക. നിങ്ങൾക്ക് ഇപ്പോൾ വളരെ ലെങ്തി ആയിട്ട് എഴുതണമെങ്കിൽ ലെങ്തി ആയിട്ടോ, അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ട് എഴുതണമെങ്കിൽ ഷോർട്ട് ആയിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവമാണ് ഇവിടെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങളുടെ അനുഭവം ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കതൊരു ഇൻസ്പിറേഷൻ ആണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഓരോ സജഷൻസ് ആയിക്കോട്ടെ, ഒരു അപ്രിസിയേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എവിടേക്കാണോ നമുക്ക് ശരിയാക്കാനായിട്ടുള്ളത്, എവിടേക്കാണ് നമുക്ക് വീഴ്ചകൾ പറ്റിയിട്ടുള്ളത്, പാളിച്ചകൾ പറ്റിയിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ സെഷൻ വൈസ് നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷന് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ റേറ്റ് ചെയ്യുക. റേറ്റിംഗ് സ്കെയിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് അതുപോലെ തന്നെ ആക്ഷൻ ടാസ്ക് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ജസ്റ്റ് ഒരു റിവൈൻഡ് ചെയ്യാണ് കഴിഞ്ഞു പോയിട്ടുള്ള സെഷൻസിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് ആകെ കൂടി ആ എക്സ്പീരിയൻസ് എഴുതാനായിട്ടാണ് കുറച്ച് ലെങ്തി ആയിട്ട് എഴുതാനായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെക്ക് ബോക്സ് തന്നിരിക്കുകയാണ്, അവിടെ നിങ്ങൾക്ക് ടിക്ക് മാർക്ക് ചെയ്താൽ മതി. അപ്പൊ നിങ്ങളത് നിർബന്ധമായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ മെന്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മള് കടന്നു പോകുന്നത് നിങ്ങളുടെ സെലിബ്രേറ്റിംഗ് യുവർ എഫേർട്ട്. ഞാൻ പറഞ്ഞു നമുക്കിതിൽ കുറെ ആക്ഷൻ ടാസ്കുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ആക്ഷൻ ടാസ്കുകൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും അതിൽ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിൽ ചോദിച്ചിട്ടുള്ള ഉത്തരങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകിയിട്ടുള്ള കുറച്ച് പേര്, അല്ലെങ്കിൽ ഒരു 3 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം എനിക്കറിയാം, ആസ് എ മെന്റർ എന്ന രീതിയിലേക്ക് MCOM July 25 മെന്റർ എന്ന രീതിയിലേക്ക് അറിയാം, ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പേരുകളല്ലാതെ ഒരുപാട് പേര് കൃത്യമായിട്ട് എനിക്ക് ആക്ഷൻ ടാസ്കുകൾ കംപ്ലീറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അറിയാലോ, ഒരു വിന്നറെ ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ കമ്പാരിറ്റീവ്ലി അതിൽ നിന്ന് ഏറ്റവും മികച്ചതായിട്ടുള്ള കുറച്ച് പേരെ നമുക്ക് ചൂസ് ചെയ്യാം. അതിനർത്ഥം മറ്റുള്ളവരൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ളത് മുഴുവൻ മിസ്റ്റേക്ക് ആണ് എന്നുള്ളതല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അത് ചെയ്തതൊന്നും യൂസ്ഫുൾ അല്ല എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്. നമുക്ക് അവിടെ ഒരു വിന്നറെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 3 പേരെ ചൂസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. ബാക്കിയുള്ളവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇതിൽ സെലക്ട് ചെയ്യപ്പെടാത്ത ബാക്കിയുള്ളവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇനി അങ്ങോട്ട് ഒരുപാട് നമുക്ക് ഇവിടെ സെഷൻസുകൾ നമുക്ക് വരും. ഒരുപാട് ഓൺലൈൻ ഇവന്റ്സുകൾ നമ്മൾ വരും, ഓൺലൈൻ പ്രോഗ്രാംസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾ നിർബന്ധപൂർവ്വം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഇനിയുള്ള അവസരങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വിന്നർ ആവാനായിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ വിന്നർ അനൗൺസ്മെന്റ് ആണ്. ഫൈനൽ ടോപ്പ് 3 MCOM പെർഫോമേഴ്സിനെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. 100 പേരുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് 100 പേരിൽ നിന്ന് ഒരു 3 പേരെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഐശ്വര്യ V,
ടോട്ടൽ സ്കോർ വന്നിരിക്കുന്നത് 79.0 ആണ്. ആൻഡ് സെക്കൻഡ് പ്രൈസ് അബ്ദുള്ള PV, സുഹ്റ മാമിന്റെ കീഴിലുള്ളതാണ്. 64.0 ടോട്ടൽ സ്കോർ വന്നിരിക്കുന്നത്. ദെൻ ഫാത്തിമ ഷദ എന്റെ കീഴിൽ മെന്ററായിട്ട് രാഗി മാമിന്റെ കീഴിലുള്ളതാണ്. 59.8. അപ്പൊ ഇങ്ങനെ ഒരു റേറ്റിംഗ് സ്കെയിൽ വന്നതുകൊണ്ടാണ് ബാക്കിയുള്ളവർ മേ ബി സെലക്ട് ചെയ്യപ്പെടാതിരിക്കുക. അതിനർത്ഥം നിങ്ങൾ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇവന്റ്സ് നിങ്ങളുടെ മുമ്പിലോട്ട് ഓൺലൈൻ ഇവന്റ്സ് വരുന്നുണ്ട്. ഇതൊരു ഓൺലൈൻ കോഴ്സ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഒരുപാട് അവസരങ്ങൾ നമ്മൾ ഒരുക്കി തരുന്നുണ്ട്. പിന്നെയുള്ള സെഷൻസുകളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഒരു ഫൈനൽ ആയിട്ട് ഒരു ഓൺലൈൻ അസസ്മെന്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ നിങ്ങൾ ചിലവർ ഇപ്പൊ ഞാൻ പറഞ്ഞോളൂ, എനിക്കറിയാം മെന്റർ എന്ന രീതിയിൽ ഒരുപാട് പേര് ഫോംസ് കാര്യങ്ങളൊക്കെ ഇതുവരെയുള്ള ആക്ഷൻ ടാസ്ക് സബ്മിറ്റ് ചെയ്ത് തന്നിരുന്നു. അപ്പൊ അവരിനി എന്നെ സെലക്ട് ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഇതാക്കിയിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കാതെ ഇനിയുള്ള നമ്മളുടെ ഇതേപോലുള്ള അസസ്മെന്റുകളും കാര്യങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തരാനായിട്ട് ചെറിയ ചെറിയ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഫൈനൽ ഒരു ഓൺലൈൻ അസസ്മെന്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇതുവരെ കഴിഞ്ഞു പോയിട്ടുള്ള ഓറിയന്റേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഓൺലൈൻ അസസ്മെന്റ്. അതായത് ഒന്ന് റിവൈൻഡ് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കി എന്നുള്ള കൊച്ചു കൊച്ചു ചോദ്യങ്ങളിലൂടെ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇന്ന സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്താണ്, അപ്പൊ നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കി എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ആ ഒരു ഓൺലൈൻ അസസ്മെന്റിന്റെ ഫോം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഓൺലൈൻ അസസ്മെന്റിന്റെ ഫോം വരുന്നത്. തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു പ്രഷർ എടുക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോളും ചെക്ക് ബോക്സസോളും ആണ് വന്നിരിക്കുന്നത്. ഒരു 15 to 20 മിനിറ്റ്സ് ഇതിന് സമയം നിങ്ങൾക്ക് ഇതാവുന്നുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ഫുൾ നെയിം, എൻറോൾമെന്റ്, ഏത് പ്രോഗ്രാമാണ് എൻറോൾ ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ മെന്ററിന്റെ പേരെന്താണ് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് MCQ പാറ്റേണിലുള്ള അല്ലെങ്കിൽ ചെക്ക് ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോളാണ്. അത് കൃത്യമായി നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓറിയന്റേഷൻ സെഷനിൽ നിന്നും കൂടി അത് റിവൈൻഡ് ചെയ്ത് കണ്ടുകൊണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് റീകളക്ട് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഇത് നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ മെയിൻ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ കളക്ട് ചെയ്തു എന്നറിയാനായിട്ടാണ്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. അപ്പൊ ഇഗ്നോനെ സംബന്ധിച്ച് നിങ്ങൾ എന്തൊക്കെ പോയിന്റ്സുകൾ, നിങ്ങളുടെ പഠനത്തിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റി, അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓൺലൈൻ അസസ്മെന്റ് നമ്മൾ നടത്തുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആയി പോവില്ല. ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഇഗ്നോനെ കുറിച്ച് ഡീപ്പായിട്ട് അറിയാനും നിങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ച് ഡീപ്പായിട്ട് അറിയാനും അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണോ എന്നുള്ളത് ഒന്നും കൂടി ഉറപ്പിക്കാനും നിങ്ങൾക്ക് എന്ത് ചെയ്യും, സാധിക്കും. അപ്പൊ നമ്മുടെ സെഷന്റെ പ്രധാനമായിട്ടുള്ള മെയിൻ ടോപ്പിക്കിലൂടെ നമ്മൾ കടന്നുപോയി. ഇനി നമുക്ക് കുറച്ച് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലൂടെ നമ്മൾ അടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഓൺലൈൻ അസസ്മെന്റിനെ കുറിച്ച് പറഞ്ഞു, നമ്മളെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തു. അപ്പൊ അവർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒന്നും കൂടി നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ബാക്കിയുള്ളവരും ഇനി എഫേർട്ടുകൾ എടുക്കുക. നിങ്ങളുടെ അക്കാഡമിക് ജേണി ആയിക്കോട്ടെ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അതിനൊക്കെ നമ്മുടെ ലേൺവൈസിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്നുണ്ട്. ഇവന്റ്സിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും നിങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാണ്, യു ആർ നോട്ട് ഓർഡിനറി, യു ആർ എ ലേൺവൈസ് ലേണർ. നിങ്ങൾ ഒരു സാധാരണ, അല്ലെങ്കിൽ ഞാനൊരു സാധാരണ ഒരു ലേണർ ആണല്ലോ, എനിക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങനെയൊന്നും നിങ്ങൾ കരുതരുത്. നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിങ്ങളിൽ എന്തൊക്കെയോ ഉണ്ട്. അത് കണ്ടെത്താനായിട്ടുള്ള നിങ്ങളുടെ യാത്രകളുടെ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓറിയന്റേഷൻ ഞാനൊരു എൻഡായിട്ട് ഞാൻ കരുതുന്നില്ല. നിങ്ങളുടെ ഒരു അക്കാഡമിക് ജേണിയുടെ, നിങ്ങളുടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള യാത്രയുടെ ഒരു ആദ്യ സ്റ്റേജായിട്ട് മാത്രമേ കരുതുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ലേൺവൈസ് ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഗോ ഫോർവേഡ് വിത്ത് സ്ട്രെങ്ത്, സ്റ്റഡി വിത്ത് ഫോക്കസ്, live with dignity, and when you rise not just for yourself but for others too. താങ്ക് യു. അതായത് നിങ്ങളിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ പഠിക്കാനായിട്ടാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളൊരു ഡിഗ്നിറ്റിയോടുകൂടി നിങ്ങൾ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി എന്നുള്ള രീതിയിലല്ല. നമ്മളെപ്പോഴും പറയില്ല, നമ്മളൊരു സൊസൈറ്റിയുടെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കില്ല. പരസ്പരം നമ്മൾ ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്, ഡിപ്പെൻഡന്റ് ആണ്.
സോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മളുടെ ജീവിതം ഇവിടെ ഉള്ളത് എന്നുള്ളത് ആലോചിക്കുക. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫാമിലി മീറ്റിലൊക്കെ നിങ്ങളുടെ പഠിത്തം അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവരെ, പ്രചോദിപ്പിക്കുന്നവരെ നമ്മൾ കണ്ടു. അവരൊക്കെ നിങ്ങളുടെ വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവര് അവരുടെ ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ മകൾ, അല്ലെങ്കിൽ എൻ്റെ മകൻ, ഭാര്യ, അല്ലെങ്കിൽ ഭർത്താവ്, ഇവരൊക്കെ പഠിക്കും, അവരുടെ ലക്ഷ്യത്തിലോട്ട് എത്തും. അതിനു വേണ്ടിയിട്ട് പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അമ്മമാരായിക്കോട്ടെ, അച്ഛന്മാരായിക്കോട്ടെ, ഭാര്യമാരായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഇതിനൊക്കെ വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും എന്ന് കൂടെ കരുതിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ യാത്ര മുമ്പോട്ട് ധൈര്യപൂർവ്വം സന്തോഷത്തോടു കൂടിയിട്ട് കൊണ്ടുപോവുക. ഇനി നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളുടെ ഭാഗത്തു നിന്ന് ലേൺവൈസ് ഭാഗത്തു നിന്ന് നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓരോ ലേണേഴ്സും വ്യത്യസ്തരാണ്. ഓരോ ലേണേഴ്സിനും അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. അത് നിങ്ങൾ കണ്ടറിയുക, അല്ലെങ്കിൽ അത് അടുത്തറിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇതൊരു ഓൺലൈൻ ജേണി അല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ രീതിയിൽ നിങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ എക്സ്ട്രാ ഓർഡിനറി നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാ ലേണേഴ്സിനും എൻ്റെ ഭാഗത്ത് ഞാൻ താങ്ക് യു പറയാണ്. അതുപോലെ തന്നെ ഇതുവരെയുള്ള നമ്മുടെ ഈ ഓറിയന്റേഷൻ ജേണിയിൽ ഒത്തിരി മെന്റേഴ്സ് അല്ലെങ്കിൽ ഒത്തിരി LSCസിന്റെ സഹകരണം ഉണ്ടായിരുന്നു. അവരോടൊക്കെ നമ്മൾ ഇപ്പൊ ഈ വേദിയിൽ ഇരിക്കുന്നവരുണ്ട്. അത് കൂടാതെ ഇതുവരെയുള്ള യാത്രകളിലൊക്കെ ഒരുപാട് മെന്റേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോടും ഞാൻ ഈ സമയം നന്ദി രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ എല്ലാവരോടും നന്ദി പറയുന്നു. ലേണേഴ്സിനോടും ഈ യാത്രകൾ കൂടുതൽ സുഗമമാക്കാനായിട്ട് സഹായിച്ചിട്ടുള്ള ലേൺവൈസ് ഫാമിലിയോടും മെന്റേഴ്സിനോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഇനിയുള്ള യാത്രകൾ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോവാം. നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിത്തീരാനായിട്ട് സാധിക്കട്ടെ. നിങ്ങളുടെ യാത്രകൾ അധികം കഠിനമില്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. സോ താങ്ക് യു. നാളെ മുതൽ നല്ല രീതിയിൽ വീണ്ടും ഒന്നും കൂടി ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ പഠിത്തം നിങ്ങളൊന്നും കൂടി തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സോ താങ്ക് യു.